എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 7ാം ക്ലാസ്സിലെ പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് കേട്ടോ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ഈ ഒരു ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് പേജിൽ തന്നെ പേജ് നമ്പർ 118 ഒരു പിക്ചർ കാണാം. ഇതാണ് ആ പിക്ചർ, കണ്ടോ? ഈ ഒരു പിക്ചർ വരച്ചത് നമ്മുടെ ഫേമസ് പോയറ്റ് ആയിട്ടുള്ള ആൽബ്രറ്റ് ഡ്യൂറർ ആണ് ഈ ഒരു പിക്ചർ വരച്ചത്. ഓക്കെ, ആ ഒരു പിക്ചർ നിങ്ങൾ നോക്കിയേ, ഒരു പ്രത്യേകത ഇല്ലേ? ശരിക്കുള്ള പോലെ അല്ലേ, നമ്മുടെ ശരിക്കുള്ള ഒരു കൈ പോലെ തന്നെ നമുക്കത് കാണുമ്പോൾ ഫീൽ ചെയ്യും. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പിക്ചർ ആയതുകൊണ്ട് ഫീൽ ചെയ്യണമെന്നില്ല, ബട്ട് എന്താണ്, ആ ഒരു പിക്ചർ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിങ്സ് തന്നെ കിട്ടും. അപ്പം അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രമാണിത്. ഈ ഒരു ചിത്രം പ്രേയിങ് ഹാൻഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. വരച്ചത് ആൽബ്രറ്റ് ഡ്യൂറർ ആണ്. അപ്പോൾ ഈ ഒരു പിക്ചർ വരയ്ക്കാൻ ഉള്ള ഒരു കാര്യം എന്തായിരിക്കും? ഏതൊരു ചിത്രം വരയ്ക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ടാവും. ഒരു സ്റ്റോറി ഇൻസ്പയർ ചെയ്തിട്ടാണ് എല്ലാ ചിത്രകാരന്മാരും ഒരു പിക്ചർ വരയ്ക്കുക. അപ്പോൾ ഇവിടെയും ഈ ഒരു പിക്ചർ ഇദ്ദേഹം വരയ്ക്കാനുള്ള ഒരു സ്റ്റോറി എന്തായിരിക്കും ഇദ്ദേഹം ഈ ഒരു ചിത്രം വരയ്ക്കാനുള്ള കാരണം? അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി ശ്രദ്ധിച്ചിരിക്കുക. നല്ല രസമുള്ള ഒരു ചാപ്റ്ററാണിത്. വലിയ എന്താ പറയുക, ചില വേർഡ്സൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും വലിയ ബുദ്ധിമുട്ടുള്ള, അങ്ങോട്ട് വായിക്കാൻ നല്ല പ്രയാസമുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ചാപ്റ്ററൊന്നുമല്ല, വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് ഈ ചാപ്റ്ററിലോട്ട് കടക്കാം. എനിക്കിത് ഈ ഒരു ചാപ്റ്റർ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ചാനൽ കാണുകയാണെങ്കിൽ, നിങ്ങൾക്ക് അത് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ മക്കളെ. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതെൻ്റെ ന്യൂ ചാനലാണ്. അപ്പോൾ വ്യൂസ് ഉണ്ട്, ബട്ട് എന്താ പറയുക, കാണുന്ന ആൾക്കാർ ഭൂരിഭാഗം പേരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, പ്രേയിങ് ഹാൻഡ്സ്. Back in the 15th century, in a tiny village in Germany, lived the Dürer family with 18 children. Yes, 18. Just to keep food on the table for this big family. The father, who was a goldsmith by profession, worked for almost 18 hours a day. He also took on any other paying job he could find in the neighborhood. Despite their hopeless condition, two of the older children, Albrecht and Albert, had a dream. They both wanted to pursue their talent for art. But they knew that their father would never be able to send them to study at the academy. ഓക്കെ, ബാക്ക് ഇൻ ദ 15th century, നമ്മൾ 15ാം നൂറ്റാണ്ടിലോട്ടൊന്ന് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ്? 15ാം നൂറ്റാണ്ടിലൊന്നല്ല, ഇപ്പോൾ നമ്മൾ 21ാം നൂറ്റാണ്ടിലാണ്. പക്ഷെ നമ്മളിപ്പോൾ ഇനി 15ാം നൂറ്റാണ്ടിലോട്ട് പോവുകയാണ് കേട്ടോ. 15ാം നൂറ്റാണ്ടിൽ നമ്മുടെ ജർമ്മനിയിൽ വളരെ ചെറിയൊരു ഗ്രാമം, അവിടെ ഒരു ഡ്യൂറർ ഫാമിലി താമസിച്ചിരുന്നു. ആ ഒരു കുടുംബത്തിൽ 18 ചിൽഡ്രൻ ഉണ്ടായിരുന്നു. 18 മക്കൾ ആ ഒരു ഫാമിലിയിൽ ഉണ്ടായിരുന്നു. യെസ്, 18. അപ്പോൾ ഇത് വലിയൊരു ഫാമിലിയിലെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, 18 പിള്ളേർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ബിഗ് ഫാമിലി ആയില്ലേ? യെസ്, ബിഗ് ഫാമിലി ആയി. അപ്പോൾ അവരുടെ അച്ഛൻ, ആ കുട്ടികളുടെ അച്ഛൻ ഒരു ഗോൾഡ് സ്മിത്ത് ആയിരുന്നു, ഒരു സ്വർണ്ണപ്പണിക്കാരനായിരുന്നു കേട്ടോ. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ. അപ്പോൾ അദ്ദേഹം 18 മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്യും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും ആൾ. ഒരു ദിവസം 18 മണിക്കൂർ ആൾ വർക്ക് ചെയ്യാണ്. He also took on any other paying job he could find in neighborhood, despite their hopeless condition. അപ്പോൾ ഈ 18 കുട്ടികളുള്ളത് കൊണ്ട് തന്നെ, ഇത്രയും വലിയൊരു ഫാമിലി ആയതുകൊണ്ട്, അദ്ദേഹം ഒറ്റയ്ക്ക് വർക്ക് ചെയ്താലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അവരുടെ ആ ഒരു കണ്ടീഷൻ എങ്ങനെയായിരിക്കും. വളരെ ഹോപ്പ്ലെസ് ആയി നിസ്സഹായനീയമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു അവരുടെ ഫാമിലിയുടെ. ഓക്കെ, അതായത് കിട്ടുന്നതുകൊണ്ട് അന്നന്ന് ഫുഡ് കഴിച്ച് പോകാമെന്നല്ലാതെ വേറെ ഒന്നിനും അവർക്ക് എന്ത് ചെയ്തിരുന്നില്ല, പറ്റിയിരുന്നില്ല. അപ്പോൾ ഈ 18 മക്കളിൽ 2 ആൾക്കാരുണ്ട് കേട്ടോ, കുറച്ച് മുതിർന്ന കുട്ടികളാണിവർ. നമ്മുടെ ആൽബ്രസ്റ്റും ആൻഡ് ആൽബർട്ടും. ഈ ആൽബ്രസ്റ്റും, നിങ്ങൾ ആ പേര്, ആ ഒരു നെയിം നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ആൽബ്രട്ട് ആൻഡ് ആൽബർട്ട്. ആൽബ്രട്ടും ആൽബർട്ടും. ഓക്കെ, ഈ 2 പിള്ളേർ ഓൾഡർ ചിൽഡ്രൻ ആണ്.
സോ ഇവർക്ക് എന്തുണ്ടായിരുന്നു, ഹാഡ് എ ഡ്രീം. ഇവർക്ക് രണ്ടുപേർക്കും സ്വപ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ. ദേ ബോത്ത് വാണ്ടഡ് ടു പേഴ്സ് ദെയർ ടാലൻറ്റ് ഫോർ ആർട്ട്. അവർക്ക് നല്ല അറിയപ്പെടുന്ന കലാകാരന്മാരാവണം എന്നായിരുന്നു അവരുടെ ഒരു ഡ്രീം. ഒന്ന് ആലോചിച്ചു നോക്കി, ഇത്രയും വളരെ നിസ്സഹായനീയമായിട്ടുള്ള ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരു ആഗ്രഹം രണ്ട് പിള്ളേർക്ക് ഉണ്ട്. പക്ഷേ അത് എത്തിപ്പെടുക എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. കാരണം അവരുടെ വീട്ടിലെ അവസ്ഥയൊന്നും അതിന് പറ്റിയതല്ല. അപ്പോൾ ഈ ചെറിയ പിള്ളേർക്ക് ഇത്രയും നല്ല നിലയിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ ഇവരെ സംബന്ധിച്ച് എന്താണത്, വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. ദേ ന്യൂ ദാറ്റ് ദെയർ ഫാദർ വുഡ് നെവർ ബി ഏബിൾ ടു സെൻഡ് ദം ടു സ്റ്റഡി അറ്റ് ദി അക്കാദമി. അപ്പോൾ ഒരു അക്കാദമിയിൽ പോയി പഠിക്കണം എന്നിവരുടെ രണ്ടുപേരുടെ ആഗ്രഹമായിരുന്നു. പക്ഷേ ഇവർക്ക് അറിയാം ഇവരുടെ അച്ഛൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല, അച്ഛനെ കൊണ്ട് ഇവരെ അക്കാദമിയിലൊന്നും വിട്ട് പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് ആരൊക്കെ ഈ പിള്ളേർക്ക് നല്ല പോലെ അറിയാം. He also took on any other paying job he could find in the neighborhood. Despite their hopeless condition, two of the older children, Albert and Albert, had a dream. They both wanted to pursue their talent for art, but they knew that their father would never be able to send them to study at the academy. ഇപ്പോൾ ഈ പറഞ്ഞത് തന്നെ ആ പിള്ളേർക്ക് അറിയാം അവരുടെ ഫാദറിന് അവരെ അക്കാദമിയിൽ വിട്ട് പഠിപ്പിക്കാനുള്ള കണ്ടീഷനൊന്നും ഇല്ല എന്ന് ഈ രണ്ട് കുട്ടികൾക്കും അറിയാം. ആഫ്റ്റർ മിനി ലോങ് ഡിസ്കഷൻ, അങ്ങനെ ഈ രണ്ട് പിള്ളേരും എന്ത് ചെയ്യുകയാണ്, ഇതിനെ പറ്റിയിട്ടിരുന്ന് നമ്മുടെ ആൽബർട്ടും പിന്നെ അതുപോലെ തന്നെ ആൽബ്രട്ടും ഇവർ രണ്ടുപേരും ഡിസ്കസ് ചെയ്യാണ് കേട്ടോ. ഒരു വലിയ ഡിസ്കഷന് ശേഷം അവരൊരു തീരുമാനത്തിലെത്തി. ദ ടു ബോയ്സ് ഫൈനലി വർക്ക്ഡ് ഔട്ട് എ പാക്ട്. ദി വുഡ് ടോസ് എ കോയിൻ. അപ്പോൾ അവർ പറയുകയാണ് നമുക്കൊരു കോയിൻ എടുത്തിട്ട് അത് ടോസ് ചെയ്യാം. ദ ലോസർ വുഡ് ഗോ ഡൗൺ ഇൻ ടു ദ നിയർ ബൈ മൈൻ. ടോസിൽ ആരാണോ തോക്കുന്നത്, ലോസർ ആവുന്നത്, ആ ആൾ എന്ത് ചെയ്യണം, ഇവിടെ അടുത്തുള്ള മൈൻ ഗനി ഉണ്ടല്ലോ, ഗനിയിൽ പണിക്ക് പോകണം എന്ന് പറയാണ്. ഹിസ് ഏർണിങ്സ് വുഡ് സപ്പോർട്ട് ഹിസ് ബ്രദർ ടു സ്റ്റഡി അറ്റ് അക്കാദമി. എന്നിട്ട് അവിടെ ആ ഗനിയിൽ പണിക്ക് പോകുന്ന ആ കുട്ടി ആ പൈസ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം, മറ്റാളേനെ പഠിപ്പിക്കണം. ഇങ്ങനെ ഒരു 4 വർഷം ചെയ്യണം കേട്ടോ. ഇൻ 4 years ദ ബ്രദർ ഹു വോൺ ദി ടോസ് വുഡ് കംപ്ലീറ്റ് ഹിസ് സ്റ്റഡീസ്. ഹി വുഡ് ദെൻ സപ്പോർട്ട് ഹിസ് ബ്രദർ ടു ഗോ ടു ദി അക്കാദമി ഇഫ് നെസസറി. ഹു വുഡ് ഈവൻ വർക്ക് ഇൻ ദ മൈൻസ് ഫോർ ദാറ്റ്. അപ്പോൾ ഇവരെന്താണ് ഒരു തീരുമാനം എടുത്തതെന്ന് വെച്ചാൽ ഇവരൊരു കോയിൻ എടുത്ത് ടോസ് ചെയ്യും. ആ കോയിനിൽ ലോസർ ആവുന്ന ആൾ, തോക്കുന്ന ആൾ അടുത്തുള്ള മൈൻ ഗനിയിലോട്ട് പണിക്ക് പോകണം. എന്നിട്ട് പണിക്ക് പോയിട്ട് അവിടെ ജോലിയൊക്കെ എടുത്ത് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പുറത്തെ ആളെ തൻ്റെ ബ്രദറിനെ അക്കാദമിയിൽ വിട്ടിട്ട് പഠിപ്പിക്കണം. അങ്ങനെ 4 വർഷമാണ് അക്കാദമിയിൽ പഠിക്കുക. ഈ 4 വർഷം കഴിഞ്ഞ് അക്കാദമിയിൽ പഠിച്ചിട്ട് പഠിക്കാൻ പോയ ആൾ ജോലിയൊക്കെ മേടിച്ച് തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വന്നിട്ട് ഇയാൾ എന്ത് ചെയ്യണം, തൻ്റെ ഗനിയിൽ പണിക്ക് പോയ ബ്രദറിനെ അക്കാദമിയിൽ പഠിക്കാൻ വിടണം. ഇങ്ങനെയായിരുന്നു ഒരു കണ്ടീഷൻ. ഇനിയിപ്പോൾ ഈ 4 വർഷം പോയ ആൾ നല്ല രീതിയിൽ പഠിച്ചില്ല എന്ന് വെച്ചോ, എന്നാലും ആൾ വന്നു കഴിഞ്ഞാൽ ആൾക്കൊന്നും ആവാൻ പറ്റിയില്ല, ജോലി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഗനിയിൽ പണിക്ക് പോകണം. ഗനിയിൽ പണിക്ക് പോയിരുന്ന ആൾ എന്ത് ചെയ്യണം, എവിടേക്ക്, അക്കാദമിയിലേക്ക് പോകണം. അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ ഈക്വലായല്ലോ. ഫസ്റ്റ് ഒരാൾ പഠിക്കാനായിട്ട് അക്കാദമിയിൽ പോവും, മറ്റേ ആൾ മൈനിൽ പോയിട്ട് ജോലി ചെയ്യും, എന്നിട്ട് ഇയാളെ പഠിപ്പിക്കും. അപ്പോൾ ഇതായിരുന്നു കേട്ടോ അവരുടെ ആ ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിപ്പോൾ രണ്ടുപേർക്കും ഒരുപോലെ ഒരു ഉപകാരപ്രദമാവുന്ന, അല്ലെങ്കിൽ രണ്ടുപേർക്കും അക്കാദമിയിൽ പോയിട്ട് പഠിക്കാൻ പറ്റും, രണ്ടുപേർക്കും അവർ ആഗ്രഹിച്ച പോലെ തന്നെ ആർട്ട് അവർക്ക് അറിയപ്പെടുന്ന കലാകാരനായിട്ട് മാറാൻ പറ്റും എന്നൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ അവർ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. വൺ സൺഡേ മോർണിംഗ് after church, they tossed the coin that would determine their future. Albert Dürer, the young brother, won the toss and went off to the academy. അപ്പോൾ ഒരു ഞായറാഴ്ച ദിവസം രാവിലെ ചർച്ചിലൊക്കെ പോയി വന്നതിന് ശേഷം അവരുടെ ഫ്യൂച്ചർ അല്ലേ, അവരുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു ടോസാണത്. അപ്പോൾ ആ ഒരു ടോസ് അവർ ചെയ്തു. ഈ ടോസ് ഇട്ടപ്പോൾ ഇതിൽ വിൻ ചെയ്തത് ആരായിരുന്നു, ആൽബ്രട്ട് ഡ്യൂറർ ആണ്, യങ് ബ്രദർ, താഴെയുള്ള ബ്രദറാണ് ഈ ഒരു ടോസിൽ ജയിച്ചത്. അവനാണ് അക്കാദമിയിൽ പോകാനായിട്ട്, ജയിക്കല്ല, അവനാണ് അക്കാദമിയിൽ പോകാനായിട്ടുള്ള ചാൻസ് കിട്ടിയത്.
ആൽബർട്ട് വെൻറ്റ് ഡൗൺ ഇൻ ടു ദ ഡേഞ്ചറസ് മൈൻസ്. ആൽബർട്ട് മറ്റേ ആളെ എവിടേക്ക് പണിക്ക് പോകണം, കുറച്ച് വളരെ അപകടകരമായിട്ടുള്ള മൈനാണ്. നമുക്കറിയാലോ ഗനി എന്നൊക്കെ പറയുമ്പോൾ നല്ല പണിയായിരിക്കും അവിടെ. ഗനികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, KGF സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതിലൊക്കെ നിറയെ ഗനികളും അവിടെ പണിയെടുക്കുന്ന ആൾക്കാരുടെ ജീവിതമൊക്കെയാണ് ആ ഒരു സിനിമയിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗനികൾ എന്ന് പറയുമ്പോൾ ആ ഒരു സിനിമ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി, എന്താണ് അവരുടെയൊക്കെ ഒരു ജീവിതം എന്ന്. അപ്പോൾ ആ ഒരു ഗനിയിൽ പോയിട്ട് പണിയെടുക്കാനുള്ള ഒരു ഇതാരക്കാണ് കിട്ടിയത്? നമ്മുടെ ആൽബർട്ടിനാണ് അത് കിട്ടിയത്. ഫോർ ദ നെക്സ്റ്റ് 4 years സപ്പോർട്ടഡ് ഹിസ് ബ്രദേഴ്സ്. അപ്പോൾ അടുത്ത 4 വർഷം ഇവനാണ് അവിടെ പോയി പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ഇവൻ്റെ ബ്രദറിനെ സപ്പോർട്ട് ചെയ്യേണ്ടത്. ആൽബ്രറ്റ് വർക്ക് അറ്റ് ദ അക്കാദമി വാസ് ഓൾമോസ്റ്റ് ആൻ ഇമ്മീഡിയറ്റ് സെൻസേഷൻ. അപ്പോൾ നമ്മുടെ ആൽബ്രറ്റ് അക്കാദമിയിൽ പോയി അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വളരെ നന്നായിട്ട് അവിടെ വർക്ക് ചെയ്തു. ആൽബ്രറ്റ് എച്ചിങ് ഹിസ് വുഡ് കട്ട്സ് ആൻഡ് ഹിസ് ഓയിൽ പെയിൻറ്റിങ്സ് were far better than those of the most of his professors. By the time he graduated, he was beginning to earn a considerable fee for his work. അപ്പോൾ അവൻ്റെ എന്താ പറയുക, ഏർച്ചിങ്സ് കൊത്തുപണികളാണെങ്കിലും മറ്റ് വുഡ് കട്ട്സ് ആണെങ്കിലും ഓയിൽ പെയിൻറ്റിങ്സ് ആണെങ്കിലും എല്ലാം ഫോർ ബെറ്റർ ദാൻ ദൂസ് ഓഫ് മോസ്റ്റ് ഓഫ് ഹിസ് പ്രൊഫസർ. അവനെ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സിനേക്കാളും മികച്ചതായിരുന്നു ഇവൻ ചെയ്യുന്ന എല്ലാ എല്ലാ വർക്ക്സും. സോ അതുകൊണ്ട് തന്നെ ഇവൻ ഗ്രാജുവേറ്റഡ് ആയ ആ ഒരു ടൈമിൽ ആ ഒരു ഫസ്റ്റ് ഇതിൽ തന്നെ ഇവന് എന്ത് കിട്ടി? ഇവൻ ചെയ്ത വർക്കിനൊക്കെ നല്ലൊരു ഫീ കിട്ടാനായിട്ട് തുടങ്ങി. ദെൻ ദ യങ് ആർട്ടിസ്റ്റ് റിട്ടേൺ ടു ഹിസ് വില്ലേജ്. അങ്ങനെ അവൻ തിരിച്ച് അവൻ്റെ ഗ്രാമത്തിലോട്ട്, അവിടുത്തെ പഠിപ്പൊക്കെ കഴിഞ്ഞ് അവൻ എവിടേക്ക് വന്നു? തിരിച്ച് അവൻ്റെ വില്ലേജിലേക്ക് വന്നു. The Durer family held a festive dinner on their lawn to celebrate his homecoming. അപ്പോൾ അവൻ വീട്ടിലേക്ക് വന്നതാണ് അല്ലേ? അപ്പോൾ ഇവൻ വീട്ടിലേക്ക് വന്ന ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അവൻ ഒരു നല്ലൊരു ഡിന്നറൊക്കെ അവൻ്റെ വീട്ടിൽ ഏർപ്പാട് ചെയ്തു. ഇറ്റ് വാസ് എ ലോങ് ആൻഡ് മെമ്മറബിൾ മീൽ. വളരെ നല്ല കുറേ എന്താ പറയുക, മീൽ എന്ന് പറയുമ്പോൾ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. നല്ല ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മീലും കൂടിയാണ് അവനെ സംബന്ധിച്ചത്. ഫിൽഡ് വിത്ത് മ്യൂസിക് ആൻഡ് ലവ് ഫോർ മ്യൂസിക് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു അവിടെ. At the end, Albert rose from his honored position at the head of the table. He drank a toast to his beloved brother for the years of sacrifice that had enabled him to fulfill his ambition. അപ്പോൾ ഇവരെ ഒരു ഡിന്നർ കഴിക്കാനായിട്ട് എല്ലാവരും ടേബിളിൻ്റെ ചുറ്റും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ എണീറ്റ് നിന്നു? ആൽബ്രറ്റ് എണീറ്റ് നിൽക്കുകയാണ്. അവൻ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആ ഒരു രീതിയിൽ അവൻ എണീറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് അവൻ കുപ്പിയിൽ കുറച്ച് ഗ്ലാസ്സിൽ കുറച്ച് ഇതെടുത്തു, കുടിക്കാനുള്ള മദ്യം എടുത്തിട്ട് അവൻ ഇങ്ങനെ ജസ്റ്റ് അവൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഡ്രിങ്ക് എടുത്തിട്ട് അവൻ കാണിച്ചു കൊടുക്കുകയാണ്, എൻ്റെ ഈ ഒരു അംബീഷൻ ഇവിടെ എത്തിച്ചത്, ഞാൻ ഇന്ന് എൻ്റെ ആഗ്രഹം നിറവേറാൻ കാരണം ആരാണ്? എൻ്റെ ബ്രദറാണ് അല്ലേ? അവൻ്റെ സാക്രിഫൈസ്, അവൻ്റെ ത്യാഗമാണ് എന്നെ ഇവിടെ എത്തിച്ചത് എന്ന് പറയാണ്. ഹിസ് ക്ലോസിംഗ് വേർഡ്സ് were, and now Albert, blessed brother of mine, now it is your turn. അപ്പോൾ അവൻ പറയുകയാണ്, എന്നെ ഇത്രയും നാൾ അവൻ പഠിപ്പിച്ചു, എൻ്റെ ഈ ഒരു പൊസിഷനിൽ എത്താൻ ഇവ സഹായിച്ചു, ഇനി നിൻ്റെ ടേൺ ആണ്, നിൻ്റെ ഊഴാണ് ഇനി. നൗ യു ക്യാൻ ഗോ ടു അക്കാദമി. നീ എവിടേക്ക് പൊക്കോളൂ? നീ അക്കാദമിയിലേക്ക് പൊക്കോളൂ. ടു പേഴ്സ് യുവർ ഡ്രീം. നീ നിൻ്റെ സ്വപ്നം, നിനക്കും സ്വപ്നം ഉണ്ടായിരുന്നില്ലേ ഇതേപോലെ? അപ്പം നീ നിൻ്റെ സ്വപ്നത്തിന് വേണ്ടി നീ അക്കാദമിയിലേക്ക് പൊക്കോളൂ. ആൻഡ് ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു. ഞാൻ നിന്നെ നോക്കിക്കോളാം എന്ന് ആര് പറയാണ്? യെസ്, നമ്മുടെ ആൽബർട്ടിനോട് പറയാണ്. All hearts turned in eager expectation to the far end of the table where Albert sat. Tears were streaming down his pale face. Shaking his lowered head from side to side, he sobbed and repeated over and over again, "No, no, no." Finally, Albert rose and wiped the tears on his cheeks. He glanced down the long table at the faces he loved. അപ്പോൾ ഇത് പറഞ്ഞ സമയത്ത് ആ ടേബിളിൽ ഇരുന്ന എല്ലാ ആൾക്കാരും എവിടേക്ക് നോക്കുകയാണ്? യെസ്, നമ്മുടെ ആൽബർട്ട് ഇരുന്ന ആ ഒരു സീറ്റിലോട്ട് അവർ നോക്കുകയാണ്. അപ്പോൾ അവർ കണ്ടത് എന്താണ്? ആൽബർട്ട് ഇങ്ങനെ കരയാണ്. അവൻ്റെ കണ്ണെന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ അവൻ്റെ ഫേസിലൂടെയൊക്കെ മുഖത്തിലൂടെയൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോവാണ്. അപ്പോൾ അവൻ ഇങ്ങനെ തല വെച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു? അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇങ്ങനെ ഷേക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ
എന്താ പറയണത്? നോ നോ നോ, ഇല്ല 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 എന്നവൻ പറയുകയാണ് കേട്ടോ. ആൽബർട്ട് റോസ് ആൻഡ് വിപ്ഡ് ദി ടിയേഴ്സ് ഓൺ ഹിറ്റ്സ്. അവൻ ഇങ്ങനെ അവൻ്റെ ടിയേഴ്സ് കണ്ണുനീര് തുടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ. ദെൻ ഹോൾഡിങ് ഹിസ് ഹാൻഡ്സ് ക്ലോസ് ടു ഹിസ് റൈറ്റ് ചീക്ക് ഹി സെയ്ഡ് സോഫ്റ്റ്ലി. അപ്പോൾ അവൻ്റെ ആ ഒരു കൈ അവൻ്റെ റൈറ്റ് ചീക്ക് കവിളിൻ്റെ അവിടേക്ക് കൊണ്ടുവന്നിട്ട് അവൻ ഇങ്ങനെ മെല്ലെ സോഫ്റ്റായിട്ട് ഇങ്ങനെ പറയുകയാണ്, നോ ബ്രദർ, ഐ ക്യാനോട്ട് ഗോ ടു അക്കാദമി. എനിക്കിനി അക്കാദമിയിൽ പോകാൻ കഴിയില്ല. ഇറ്റ് ഈസ് ടു ലേറ്റ് ഫോർ മീ. ഞാൻ വളരെ വൈകിപ്പോയി. ലുക്ക് ലുക്ക് വാട്ട് 4 years ഇൻ ദ മൈൻസ് ഹാവ് ഡൺ ടു മൈ ഹാൻഡ്സ്. നോക്ക് നോക്ക്, ഈ 4 വർഷം എന്താണ് ആ മൈൻസ്, ആ ഗനി എനിക്ക് തന്നത് എന്ന് നീ എൻ്റെ കയ്യിലേക്ക് നോക്ക് എന്ന് ആര് പറയാണ്? യെസ്, നമ്മുടെ ആരാണ്? ആൽബർട്ട് പറയുകയാണ്. അവൻ്റെ കൈകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ദ ബോൺസ് ഇൻ എവറി ഫിംഗർ ഹാവ് ബീൻ സ്മാഷ്ഡ് at least once. I cannot even hold a glass to return your toast, much less make art on canvas with a pen or brush. എൻ്റെ കൈയൊക്കെ നാശമായി. എൻ്റെ ഒരു വിരൽ പോലും ഇനി പൊട്ടാത്തതായിട്ടില്ല. എനിക്ക് ആ ഗ്ലാസ് പോലും എടുത്ത് പൊക്കാനുള്ള ഒരു ശേഷി എൻ്റെ കയ്യിനില്ല. ഇങ്ങനെയുള്ള കൈ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഒരു ക്യാൻവാസിൽ ഒരു ബ്രഷും പെന്നൊക്കെ പിടിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് പിക്ചർ വരയ്ക്കുക? എങ്ങനെയാണ് എനിക്കിനി അത് സാധിക്കുക എന്ന് ആൽബർട്ട് ചോദിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ഒരു സ്റ്റോറി അവിടെ വെച്ച് കഴിയുകയാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ഒരു സ്റ്റോറി അവിടെ വെച്ച് കഴിഞ്ഞു. ഇനി പറയുന്നത് മോർ ദാൻ 500 years, 500 വർഷങ്ങൾക്കിപ്പുറം, ഹൗ പാസ്റ്റ്, 500 വർഷങ്ങൾ കഴിഞ്ഞു പോയി. ബൈ നൗ, ഇപ്പോൾ ഹൺഡ്രഡ്സ് ഓഫ് ആൽബർട്ട് ഡ്യൂറർ മാസ്റ്റർഫുൾ പോർട്രൈറ്റ്സ്, പെൻ ആൻഡ് സിൽവർ point sketches, watercolors, charcoals, woodcuts and copper impressions hang in every great museum in the world. നമുക്ക് എവിടെ നോക്കിയാലും, നമ്മുടെ ഈ ലോകത്തിൽ ഏതൊരു മ്യൂസിയത്തിൽ നമുക്ക് പോയി നോക്കിയാലും അവിടെ നമ്മൾ പറഞ്ഞല്ലോ, ഒരാൾ അക്കാദമിയിൽ പോയിട്ട് പഠിച്ച് വലിയൊരു ആളായിട്ട് വന്നു. അതാണ് നമ്മുടെ ആരായിരുന്നു? ആൽബർട്ട്. ഈ ആൽബർട്ട് വരച്ച ചിത്രങ്ങൾ, അതിപ്പോൾ അവൻ സ്കെച്ച് ആയിക്കോട്ടെ, പെന്നായിക്കോട്ടെ, വാട്ടർ കളേഴ്സ്, എനിത്തിങ്, എന്ത് വെച്ചിട്ട് വരച്ച ചിത്രങ്ങളാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും ഏത് മ്യൂസിയത്തിൽ പോയാലും. ബട്ട് അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായിട്ട് ആര് മാറി? യെസ്, നമ്മുടെ ആൽബർട്ട് മാറി. ബട്ട് മോസ്റ്റ് പീപ്പിൾ ആർ ഫെമിലിയർ വിത്ത് ഓൺലി വൺ ഓഫ് ആൽബർട്ട് ഡ്യൂറർ വർക്ക്. പക്ഷെ എല്ലാ ആൾക്കാർക്കും അറിയപ്പെടുന്ന, അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും അറിയുന്ന ആൽബർട്ടിൻ്റെ ഒരു വർക്ക് ഉണ്ട്. വൺ ഡേ ഹി ഡിസൈഡഡ്. അതേതാണ് ആ വർക്ക്? ടു പേ ഹോമേജ് ടു ഹിസ് ബ്രദർ ആൽബർട്ട് ഫോർ ഓൾ ദാറ്റ് ഹി ഹാഡ് സാക്രിഫൈസ്ഡ്. ആൽബർട്ട് ഡ്യൂറർ painstakingly drew his brother's abused hands with palms held together with the thin fingers stretched skyward. He called his powerful drawing simply hands. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ആൽബർട്ട് തീരുമാനിക്കുകയാണ്, ഞാൻ ഇന്നീ ഒരു നിലയിൽ എത്താൻ കാരണം എൻ്റെ ബ്രദറായിട്ടുള്ള ആൽബർട്ടിൻ്റെ സാക്രിഫൈസാണ്, അവൻ്റെ ത്യാഗമാണ് ഇന്ന് ഞാൻ ഈ ഒരു പൊസിഷനിൽ എത്താൻ കാരണം. അപ്പോൾ ഇത് ലോകത്തുള്ളവരറിയണം, ഇത് ലോകത്തുള്ള ഈ വേൾഡിലുള്ള എല്ലാ ആൾക്കാരും ഇതെന്ത് ചെയ്യണം? അറിയണം. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാനൊരു പിക്ചർ വരയ്ക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൈകളാണ്, അതായത് സ്വന്തം ബ്രദറായിട്ടുള്ള ആൽബർട്ടിൻ്റെ കൈകളാണ് ആര് വരച്ചത്? ആൽബർട്ട് ഡ്യൂറർ വരച്ച ആ ഒരു പിക്ചർ കേട്ടോ. ആ പിക്ചറാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന ആ 2 കൈകളുണ്ടല്ലോ, അത് ആരാണ്? നമ്മുടെ ആൽബർട്ടിൻ്റെ സ്വന്തം ബ്രദറായിട്ടുള്ള ആൽബർട്ടിൻ്റെ കൈകളാണ് ആ ഒരു കാണുന്ന പിക്ചർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചിത്രം അറിയപ്പെടുന്നത് സിംപ്ലി ഹാൻഡ്സ് എന്ന പേരിലാണ് കേട്ടോ. ഇത് അറിയപ്പെടുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണിത്. ബട്ട് ദ വേൾഡ് റിനൈംഡ് ഹിസ് ട്രിബ്യൂട്ടിങ്. അപ്പോൾ ഇദ്ദേഹം കൊടുത്ത പേര് ഇതിന് സിംപ്ലി ഹാൻഡ്സ് എന്നാണ്. പക്ഷേ ആ ഒരു കൈകൾ കണ്ടിട്ട് നമ്മുടെ ലോകം അങ്ങനെ കണ്ടിട്ട് ബാക്കിയുള്ളവർ ഇതിനിട്ട ഒരു പേരാണ് ഒരു സ്നേഹത്തിൻ്റെ കൈകളാണ് അല്ലേ, അത് പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ടൈം യു സീ എ കോപ്പി ഓഫ് ദ ടച്ചിങ് ക്രിയേഷൻ,
ടേക്ക് എ സെക്കൻഡ് ലുക്ക്, ലെറ്റ് us റിമെമ്പർ ദാറ്റ് നോ വൺ എവർ മേക്സ് ഇറ്റ് എലോൺ. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു പിക്ചർ നിങ്ങൾ കാണുകയാണെങ്കിൽ, ഓക്കെ മക്കളെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു പിക്ചർ കാണുകയാണെങ്കിൽ, എവിടെ വെച്ചെങ്കിലും, നിങ്ങൾക്ക് ഇനിയിപ്പോൾ നേരിട്ട് മ്യൂസിയത്തിൽ പോയിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഫോട്ടോയിലോ എവിടെയെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണം, ഇത് ഞങ്ങൾ പഠിച്ച ആ പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറഞ്ഞ ഒരു പിക്ചറാണ്. ഇത് നമ്മുടെ ആൽബർട്ട് സ്വന്തം ബ്രദറായിട്ടുള്ള ആൽബർട്ടിന് വേണ്ടി വരച്ച, അല്ലേ, സ്വന്തം ബ്രദറിൻ്റെ സാക്രിഫൈസ് അത് ലോകം അറിയാൻ വേണ്ടി വരച്ച ഒരു പിക്ചറാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കല്ല, ഇപ്പോഴുള്ള ആൾക്കാർക്കും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് എന്ത് ചെയ്യണം, സാധിക്കണം. അപ്പോൾ ഈ ഒരു അതാ പറയുന്നത്, ഓരോ പിക്ചറിൻ്റെ പിന്നിലും എന്തുണ്ട്, ഓരോ സ്റ്റോറി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പിക്ചറിൻ്റെ പിന്നിലുള്ള സ്റ്റോറിയാണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി, ഞാൻ പറഞ്ഞ ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.